അങ്ങനെ മനോഹരമായ ഡിസ്നിലാൻഡിൽ നീണ്ട 15 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലിസ്ബണിൽ വെച്ച് ഞങ്ങളോട് ബൈ പറഞ്ഞ് ഡബ്ലിന് തിരിച്ചുപോയ പെങ്ങളും അളിയനും ജെറമിയും ഇവിടെ വെച്ച് ഞങ്ങളോടൊത്ത് വീണ്ടും ചേരുകയാണ്. ഇനി 2 ദിവസം ഈ ഡിസ്നിലാൻഡ് പാർക്കിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും. ആദ്യം നമുക്ക് ഡിസ്നിലാൻഡ് പാർക്ക് പാരീസിനെ കുറിച്ച് കൂടുതലായി അറിയാം. 1992 ഈ പാർക്ക് ഇവിടെ സ്ഥാപിക്കുന്നത്. 5200ഓളം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു പാർക്കാണിത്. ഫ്രാൻസിന്റെ പാരീസ് പട്ടണത്തിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ പാർക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഡിസ്നി പാർക്കിന്റെ അമേരിക്കയ്ക്ക് പുറത്തുള്ള 2ാമത്തെ പാർക്കായിട്ടാണ് ഇതിവിടെ സ്ഥാപിക്കുന്നത്. 1983 ടോക്കിയോയിൽ അമേരിക്കയ്ക്ക് പുറത്തുള്ള ആദ്യ പാർക്ക് അവർ തുറന്നിരുന്നു. 1992 ഏപ്രിൽ 12 ഈ പാർക്ക് ആരംഭിക്കുമ്പോൾ കൂടെ 5 റിസോർട്ടുകളും ഇവർ ആരംഭിച്ചിരുന്നു. അതിലൊന്നിലാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്നത്. ഈ പാർക്കിനോട് ചേർന്ന് തന്നെ വാൾട്ട് ഡിസ്നി സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു സ്റ്റുഡിയോ പാർക്കും 2002 ഇവർ ആരംഭിച്ചു. ഇന്ന് ഇതിലും വലിയ അമ്യൂസ്മെന്റ് പാർക്കുകൾ യൂറോപ്പിലുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന പാർക്ക് ഇത് തന്നെയാണ്. 15 കൊല്ലം മുമ്പ് ഇന്നത്തെ പോലെ മൊബൈൽ ക്യാമറയോ റോമിങ്ങോ നിലവിലില്ലായിരുന്ന ആ സമയത്തെ പാരീസ് ഡിസ്നിലാൻഡിലെ കാഴ്ചകൾ നമുക്ക് കാണാം. ख्यालों में बस तू ही तू, बीते नहीं पल तेरे बिना यहाँ, खुले आसमां में तारों का जहां, तेरे साथ हो जो सफर वो ही है मंजिल. हवाओं में कैसी खुशबू तेरी, पलकों पे रख दूं ये सारा जहां, तेरे बिना ये दिल है सुना सुना, तेरे बिना ये जीवन है अधूरा, तेरी हंसी तेरा साथ हो, दिल की हर धड़कन में तू ही तू, तेरी बाहों में मिल जाए चैन, तुझसे ही सजे सारा जीवन. तू ही है रोशनी, तू ही है साया, तू ही है हर खुशी, तू ही है साया, तेरे बिना कुछ भी नहीं मेरा, हर पल ख्यालों में बस तू ही तू, तेरे बिना ये दिल है सुना सुना, तेरे बिना ये जीवन है अधूरा, तेरी हंसी तेरा साथ हो, दिल की हर धड़कन में तू ही तू, तू ही मेरा आसमां, तू ही मेरा जहां, तेरे बिना हर रास्ता लगे वीराना, तेरी बाहों में मिले मुझे जो आराम, तुझसे ही पूरा हो मेरा हर ख्वाब, हर पल ख्यालों में बस तू ही तू, बीते नहीं पल तेरे बिना यहाँ, खुले आसमां में तारों का जहां, तेरे साथ हो जो सफर वो ही है मंजिल. അന്ന് ഞങ്ങൾ 5 ദിവസം ഈ പാർക്കിലുണ്ടായിരുന്നു. ഈ 5 ദിവസവും ഞങ്ങൾ താമസിച്ചത് ഇവരുടെ തന്നെ റിസോർട്ടായ സാന്തഫേയിലായിരുന്നു. ഇത്തവണ യാത്രയ്ക്ക് റിസോർട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. കാരണം ഓർമ്മകളിലൂടെയുള്ള ഒരു യാത്രയാണിത്. പാരീസിൽ നിന്നും ഡിസ്നിലാൻഡിലേക്ക് എത്തുന്ന റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയായി നമുക്ക് ഇവരുടെ റിസോർട്ടുകളിലേക്കുള്ള ബസ്സുകൾ കാണാനായിട്ട് സാധിക്കും. ഓരോ റിസോർട്ടിലേക്കും പ്രത്യേകം ബസ്സുകൾ ഓരോ 10 മിനിറ്റിനുള്ളിലും പുറപ്പെടുന്നത് നമുക്ക് കാണാം. അതിലൊന്നെടുത്ത് ഞങ്ങളിപ്പോൾ ആദ്യം തന്നെ റിസോർട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ അങ്ങനെ സാന്തഫേ എന്നുള്ള റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ താമസിക്കുന്നവർക്ക് ഇവരുടെ പാർക്കിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഞങ്ങൾ ഇന്നത്തെ ദിവസം താമസിക്കാൻ തിരഞ്ഞെടുത്തത്. മാത്രമല്ല നമുക്ക് 9:30 തുറക്കുന്ന പാർക്കിന് 8:30 തന്നെ പാർക്കിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതായത് 1 മണിക്കൂർ ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമായിട്ട് പാർക്ക് തുറന്നു തരും. അപ്പോൾ തിരക്ക് കൂടുതലുള്ള അട്രാക്ഷനുകളിൽ കയറി നമുക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും.
പാർക്കിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റുകൾ നേരത്തെ തന്നെ ഡിജിറ്റൽ രൂപത്തിൽ നമുക്ക് ലഭിച്ചിരുന്നു. എങ്കിലും ഞങ്ങളുടെ ലഗേജുകൾ ഇവിടെ വയ്ക്കാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ ചെക്കിനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇവരുടെ കാർഡുകളൊക്കെ കിട്ടി. ഇത് വെച്ചിട്ട് ഡോറ് തുറക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതന്നെ ഉപയോഗിക്കാം. നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയുള്ള കാർഡാണ്. അപ്പോൾ ഇവിടുത്തെ അഡ്വഞ്ചേഴ്സ് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാഗേജ് നമുക്ക് നേരത്തെ തന്നെ വയ്ക്കാം. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വിചാരിച്ചാൽ കുഴപ്പമില്ല, നേരെ റൂം റെഡിയാണ്, നിങ്ങൾക്ക് പോകാൻ പറഞ്ഞു. കാരണം ഞാൻ അവിടെ ഒരു റിക്വസ്റ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റൂം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ റൂമിൽ പോയിട്ട് റൂമിൽ പോയി സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. ഇവരുടെ പ്രധാന റിസോർട്ടുകളിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞതാണ് സാന്തഫെ. 1000 റൂമുകളാണ് ഇവിടെ ഉള്ളത്. എല്ലാ സ്ഥലങ്ങളിലെ പോലെ തന്നെയും ചെക്ക് ഇൻ സമയം ഉച്ച കഴിഞ്ഞാണെങ്കിലും നമുക്ക് നേരത്തെ ആവശ്യമുണ്ടെങ്കിൽ അവരെ അറിയിച്ചാൽ റൂം ഒഴിവുണ്ടെങ്കിൽ നമുക്കത് നൽകുന്നതാണ്. റൂം ലഭിച്ചില്ലെങ്കിൽ നമുക്കിവിടെ ലഗേജ് വെച്ച ശേഷം പാർക്കിലേക്ക് പോകാം. ഇതുമല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും ലഗേജ് വെക്കാൻ സൗകര്യമുണ്ട്. പക്ഷേ അതിനായി പ്രത്യേകം പണം നൽകണം. 54ാമത്തെ ബിൽഡിങ്ങിനുള്ളിലാണ് ഞങ്ങൾക്ക് റൂം ലഭിച്ചിരിക്കുന്നത്. കാർ തീമിലുള്ള റൂമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ദിവസം താമസിക്കുന്നവർക്ക് 2 ദിവസത്തേക്ക് പാർക്കിൽ പ്രവേശിക്കാനുള്ള ടിക്കറ്റാണ് ലഭിക്കുക. അതിനാൽ നാളെ രാവിലെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്താലും ഞങ്ങളുടെ ലഗേജുകൾ ഞങ്ങൾക്ക് ഇവിടെ വച്ച ശേഷം പാർക്കിലേക്ക് പോകാനായിട്ട് സാധിക്കും. ലിഫ്റ്റിന് തൊട്ടടുത്തുള്ള 223-ാം നമ്പർ റൂമാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതാണ് ഡിസ്നി സാന്തഫെ റിസോർട്ടിലെ കാർ തീമിലുള്ള റൂം. മനോഹരമായ മുറി. ഇവിടെ നിന്ന് നമുക്ക് നടന്നും പാർക്കിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതിനായി പ്രത്യേക വഴികളുണ്ട്. അന്ന് ഞങ്ങൾ താമസിച്ചപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു. ഇനി ഞങ്ങൾ പെട്ടെന്ന് തന്നെ പാർക്കിലേക്ക് പോവുകയാണ്. ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഇനി പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതാണ് റിസോർട്ട്. 15 കൊല്ലം മുമ്പ് എങ്ങനെ കണ്ടോ അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോഴും. ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ നിർത്തിക്കുന്നത് സാന്തഫെ എന്ന് പറഞ്ഞിട്ട് ഇവരെ ഏറ്റവും കുറഞ്ഞ ഒരു റിസോർട്ടാണ്. ഇത് തൊട്ടപ്പുറത്ത് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ന്യൂ പോർട്ട് ഉണ്ട്, അങ്ങനെ പല പല ഹോട്ടലുണ്ട്. ഇത് ഡിസ്നി എന്ന് പറഞ്ഞിട്ട് അവരുടെ മെയിൻ ഉണ്ട്. അതിൻ്റെ അടിയിലാണ് നമ്മൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഹോട്ടൽ. ഭയങ്കര സ്റ്റാറുകളൊക്കെ ഉള്ളതാണ്, ഭയങ്കര റേറ്റുമാണ് അതിനകത്തേക്ക്. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ എടുക്കുക ഇതിനകത്താണ്. കാരണം ഇതെല്ലാം ചെയ്യാനാണ്, അതിനകത്ത് രണ്ടിനാണ് കൂടുതൽ നമുക്ക് പൈസ കുറഞ്ഞ് ലഭിക്കാം. സ്റ്റാർബക്സ് അടക്കമുള്ള ചെറിയ ഷോപ്പുകൾ ഈ റിസോർട്ടിനുള്ളിൽ വന്നിട്ടുള്ളത് ഒഴിച്ചാൽ മറ്റു വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് തോന്നുന്നില്ല. നമ്മൾ വീണ്ടും പാർക്കിലേക്ക് പോവുകയാണ്. നമുക്ക് പോകാനുള്ള ബസ് ഇതാ വരുന്നു. ചൂടുകാലങ്ങളിൽ ഡിസ്നി പാർക്ക് അടയ്ക്കുക രാത്രി 11 മണിക്കാണ്. അതിന് തൊട്ട് മുൻപായി വളരെ മനോഹരമായ പരിപാടികൾ ഇവിടെ അരങ്ങേറും. അത് കാണണമെങ്കിൽ ഇതിനുള്ളിലോ അല്ലെങ്കിൽ ഇതിനടുത്തോ താമസം ശരിയാക്കേണ്ടതുണ്ട്. ഡിസ്നിലാൻഡ് പാർക്കിലേക്കുള്ള ടിക്കറ്റുകൾക്ക് ഉയർന്ന വിലയാണെന്നുള്ളത് പലർക്കും അറിയാവുന്നതാണ്. പലപ്പോഴും പാരീസിൽ താമസിച്ച ശേഷം ഡിസ്നിലാൻഡ് കാണാൻ ശ്രമിക്കുന്നവർക്ക് വൈകുന്നേരത്തെ മികച്ച കാഴ്ചകൾ മിസ്സാകും. ആ കാഴ്ചകൾ ഞങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനാൽ ഇവിടെ വരുന്നവർ താമസം ഇതിനടുത്ത് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനാണിത്. അപ്പോൾ പാരീസിൽ നിന്ന് വരുന്നവർക്ക് റെർ എ എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇറങ്ങാം. അപ്പോൾ ഇതിന് തൊട്ട് ഫ്രണ്ടിലത്തെ ഷോപ്പിലാണ് ഞങ്ങൾ ഇന്നലെ താമസിച്ചത്. നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഇനി 2 പാർക്കുകളാണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന് ഡിസ്നി പാർക്ക്, ഒന്ന് ഡിസ്നി സ്റ്റുഡിയോ. അപ്പോൾ ഡിസ്നി സ്റ്റുഡിയോ നേരത്തെ അടയ്ക്കും കേട്ടോ. 7 മണിക്ക് 9 മണിക്കും കണ്ട് അടയ്ക്കും. ഇവിടെ രാത്രി 11 മണി വരെ ഉണ്ട്. ഈ ചൂടുകാലത്തെ സമയമാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഡിസ്നി പാർക്കിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അവിടെ സോഫി, ജസ്റ്റിൻ, ജെറമിയൊക്കെ ഉണ്ടാവും. ഇവിടെ നല്ല അതിമനോഹരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഒത്തിരി ചെടികളൊക്കെ പിടിപ്പിച്ച് നമ്മുടെ ഗാർഡൻലാൻഡൊക്കെ പോയവർ അതിനൊക്കെ എത്രയോ ഇരട്ടി ഭംഗിയിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആ കാണുന്നതാണ് ഡിസ്നി ഹോട്ടൽ. ശരിക്കുള്ള ഡിസ്നി ഹോട്ടൽ ആ കാണുന്നതാണ്. അപ്പോൾ അവിടെ ഭയങ്കര റേറ്റാണ് താമസത്തിന്. അവിടെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ എടുക്കുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡിസ്നിലാൻഡ് പാരീസിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. കുട്ടികൾ വളർന്ന് വലുതാകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ പാർക്ക് കാണിക്കണമെന്ന് ഞങ്ങൾ നേരത്തെ ഉദ്ദേശിച്ചിരുന്നതാണ്. ഡിസ്നിലാൻഡ് പാർക്ക് പാരീസിൽ 2 പാർക്കുകളാണുള്ളത്. ഒന്ന് ഡിസ്നി പാർക്കും മറ്റൊന്ന് സ്റ്റുഡിയോ പാർക്കും. 2 പാർക്കുകൾക്കും ടിക്കറ്റുകൾ തിരിച്ചു വേണമെങ്കിൽ അങ്ങനെയും ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും ടിക്കറ്റുകൾ വാങ്ങാനായി സാധിക്കും. ഡിസ്നി റിസോർട്ടുകൾ താമസിക്കുന്നവർക്ക് 2 പാർക്കിലേക്കുമുള്ള പ്രവേശനം സൗജന്യമാണ്. ഡിസ്നി റിസോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് മാജിക് പാസ് ലഭിച്ചിരുന്നു. റൂം തുറക്കാനുള്ള കീ എന്നതിലുപരി ഇവിടെ പ്രവേശിക്കാനുള്ള ഒരു പാസ് കൂടിയാണിത്. പ്രവേശിക്കുമ്പോൾ നമ്മളുടെ ഫോട്ടോ അവിടുത്തെ ഡിസ്പ്ലേയിൽ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ കാർഡ് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. സോഫിയും ജസ്റ്റിനും ജെറമിയും ഞങ്ങളെ കാത്ത് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഡിസ്നിലാൻഡ് പാർക്കിനുള്ളിലെ കാഴ്ചകൾ ഞങ്ങളുടെ ഇവിടെ ആരംഭിക്കുകയാണ്. ഡിസ്നിലാൻഡ് പരേഡുകൾ നടക്കുന്ന മെയിൻ സ്ട്രീറ്റിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. അങ്ങ് അകലെയായി സ്ലീപ്പിംഗ് ബ്യൂട്ടി കാസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാനപ്പെട്ട പരേഡുകൾ, ഷോകൾ ഇതെല്ലാം നടക്കുന്നത് ഇവിടെയാണ്.
അതിമനോഹരങ്ങളായ ഞങ്ങൾ കണ്ട ആ കാഴ്ചകൾ ഈ പാരീസ് വീഡിയോ സീരീസിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. മെയിൻ സ്ട്രീറ്റ് USA എന്ന ഈ ഭാഗം ഉൾപ്പെടെ 5 ഭാഗങ്ങളായിട്ടാണ് ഡിസ്നിലാൻഡ് പാർക്കിനെ തിരിച്ചിരിക്കുന്നത്. ആദ്യം ഞങ്ങൾ ഫ്രോണ്ടിയർ ലാൻഡിലെ അട്രാക്ഷനുകളിലേക്കാണ് പോകുന്നത്. ബിഗ് തണ്ടർ മൗണ്ടൻ 45 മിനിറ്റാണ് വെയിറ്റിംഗ് ടൈം കേട്ടോ. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മുടെ യാത്ര തുടങ്ങി. ഇപ്പോഴാണ് തുടക്കത്തിൻ്റെ അടിയിൽ പോയത്. ഇപ്പൊ വെള്ളം ഇങ്ങനെ ക്രോസ് ചെയ്തെന്ന് മനസ്സിലായ. അടിപൊളി 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 ഒന്നും പറയാല്ല. അപ്പോൾ ഞങ്ങളുടെ ഈ റൈഡ് കഴിഞ്ഞതിൽ ഒത്തിരി ക്യൂട്ടായിരുന്നു. പക്ഷെ നല്ല രസമുള്ള റൈഡായിരുന്നു. അങ്ങനെ വലിയ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. എങ്കിലും നല്ല ഒരു എൻജോയ്മെന്റ് നൽകുന്ന ഒരു റൈഡാണ്. ഏതാണ്ട് തീർന്ന് ഞങ്ങൾ അടുത്ത റൈഡിലേക്ക് പോവാം. ഇനി ഞങ്ങളിപ്പോൾ പരേഡ് പരേഡ് കണ്ടിട്ട് ഇനി അടുത്ത കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പരേഡ് തീരെയാണ് വരുന്നത്. ഇപ്പോൾ വരും.
ഞങ്ങൾ കപ്പലെടുക്കാനുള്ള പരിപാടിയാണ്. പരേഡാണ് ഇപ്പോൾ കഴിഞ്ഞത്. അടിപൊളി സ്റ്റേജ് പ്രോഗ്രാമുകളാണ് ഈ പാർക്കിലുള്ളത്. ഇനി ഞങ്ങൾ ഫാന്റസി ലാൻഡിലേക്ക് പോവുകയാണ്. Viens d'abord, ma jolie. Montre-nous ces magnifiques bijoux. ഭാര്യയിട്ട് ഓടിക്കുന്ന വിളിച്ചോണോ നോക്കിയേ. Sont la clé de la salle trésor. Remain seated at all times and please no smoking.
ലിറ്റിൽ കിങ്ഡം എന്ന ചെറിയ ലോകത്തിലാണ് ഞങ്ങളിപ്പോൾ. ചെറിയ ലോകത്തിലെ ഈ കാഴ്ചകളുമായി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഡിസ്നിലാൻഡിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ തുടരും. ഞങ്ങളുടെ ഓർമ്മകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി. हर पल इन ख्यालों में बस तू ही तू, बीते नहीं पल तेरे बिना यहाँ, खुले आसमां में तारों का जहां, तेरे साथ हो जो सफर वो ही है मंजिल. हवाओं में एक ऐसी खुशबू तेरी, पलकों पे रख दूं ये सारा जहां, तेरे बिना ये दिल है सोना सोना, तेरे बिना ये जीवन है अधूरा. तेरी हंसी तेरा साथ हो, दिल की हर धड़कन में तू ही तू, तेरी बाहों में मिल जाए चैन, तुझसे ही सजे सारा जीवन. तू ही है रोशनी, तू ही है साया, तू ही है हर खुशी, तू ही है साया, तेरे बिना कुछ भी नहीं मेरा, हर पल इन ख्यालों में बस तू ही तू. तेरे बिना ये दिल है सोना सोना, तेरे बिना ये जीवन है अधूरा.